ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ LDC 100 Days ചലഞ്ചിന്റെ ഡേ 14 ആണെന്ന്. ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. LDC 100 Days ചലഞ്ച് ഡേ 14. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 നടന്ന PSC പരീക്ഷകൾക്ക് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. 2024 PSC പരീക്ഷകൾക്ക് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ ചോദ്യങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് 1873 ഡിസംബർ മാസം 28-ാം തീയതിയാണ്. പഠിച്ചോളനെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് 1873 ഡിസംബർ മാസം 28-ാം തീയതിയായിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 2024 100ാമത് ജന്മവാർഷികം ആഘോഷിച്ച നവോത്ഥാന നായകൻ കുമാരനാശാനാണ്. ഇനി കുമാരനാശാനായിരിക്കും PSC ചോദിക്കുന്നത്, അതുകൊണ്ട് പഠിക്കുക. 2024 100ാം ജന്മവാർഷികം ആഘോഷിച്ച നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് കുമാരനാശാനാണ്. 2024 200ാമത് ജന്മവാർഷികം ആഘോഷിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 2024 200ാമത് ജന്മവാർഷികം ആഘോഷിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇത് രണ്ടും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. 2023 160ാം ജന്മവാർഷികം ആഘോഷിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പുവാണ്. 2023 160ാം ജന്മവാർഷികം ആഘോഷിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പുവാണ്. 2023 50ാം ചരമവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് EV രാമസ്വാമി നായ്ക്കരാണ്. തെറ്റിപ്പോവല്ലേ. 2023 50ാം ചരമവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് EV രാമസ്വാമി നായ്ക്കരാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ചോദ്യം ഇതായിരുന്നു. 2023 150ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാല് അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് 1873 ഡിസംബർ മാസം 28-ാം തീയതിയായിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 2024 100ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ കുമാരനാശാനാണ്. 2024 200ാമത് ജന്മവാർഷികം ആഘോഷിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 2023 160ാമത് ജന്മവാർഷികം ആഘോഷിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പുവാണ്. 2023 50ാമത് ചരമവാർഷികം ആചരിച്ച നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് EV രാമസ്വാമി നായ്ക്കരാണ്. പഠിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോങ്. മറക്കല്ലേ സുഹൃത്തുക്കളെ, ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് എന്ന് ചോദിച്ചാൽ അതാണ് മിഷോങ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റായിരുന്നു മിഷോങ് എന്നുള്ളത് പഠിച്ചോളണേ. പ്രത്യേകിച്ച് LDയും LGSും ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിച്ചോളണേ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റായിരുന്നു മിഷോങ് എന്ന് പറയുന്നത്. മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമർ ആണ്. മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമർ ആണ്. മിഷോങ് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ ശക്തി, സഹിഷ്ണുത എന്നൊക്കെയാണ്. മിഷോങ് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാല് ശക്തി, സഹിഷ്ണുത എന്നിങ്ങനെയാണ്. മിഷോങ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ട തീയതി പഠിക്കുക. 2023 ഡിസംബർ മാസം 1-ാം തീയതി ആയിരുന്നു ചുഴലിക്കാറ്റ് രൂപപ്പെടുകയും ഇത് 2023 ഡിസംബർ 6 വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു.
മിഷോങ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ട തീയതി ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഡിസംബർ മാസം 1-ാം തീയതി മുതൽ 2023 ഡിസംബർ മാസം 6-ാം തീയതി വരെ നീണ്ടു നിന്നിരുന്നു മിഷോങ് ചുഴലിക്കാറ്റിന്റെ തീവ്രത. മിഷോങ് ചുഴലിക്കാറ്റ് വീശിയടിച്ച സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശും കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് പുതുച്ചേരിയുമാണ്. ഇങ്ങനെ പഠിച്ചോളണേ. മിഷോങ് ചുഴലിക്കാറ്റ് വീശിയടിച്ച സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളാണ്. ഇനി മിഷോങ് ചുഴലിക്കാറ്റ് വീശിയടിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിക്കുന്നതെങ്കിൽ അത് പുതുച്ചേരിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോങ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മിഷോങ് എന്ന് പറയുന്നത്. മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമർ ആണ്. മിഷോങ് എന്ന വാക്കിന്റെ അർത്ഥം ശക്തി അല്ലെങ്കിൽ സഹിഷ്ണുത എന്നാണ്. മിഷോങ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ട തീയതി 2023 ഡിസംബർ 1-നായിരുന്നു ചുഴലിക്കാറ്റ് ആരംഭിക്കുന്നത്. അത് 2023 ഡിസംബർ 6 വരെ നീണ്ടുനിന്നു. മിഷോങ് ചുഴലിക്കാറ്റ് വീഴ്ചയടിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശും മിഷോങ് ചുഴലിക്കാറ്റ് വീശിയടിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിക്കുന്നതെങ്കിൽ അത് പുതുച്ചേരിയാണ്. പഠിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ദേശീയ പഞ്ചായത്ത് രാജ് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം എന്ന് ചോദിച്ചാൽ അത് ചെറുതന, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമത്തിനാണ് 2023 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിലെ ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം കിട്ടിയത്. വ്യക്തമായിട്ട് ഈ പോയിന്റ് സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. 2023 ദേശീയ പഞ്ചായത്ത് രാജ് പുരസ്കാരത്തിൽ കേരളത്തിന് ലഭിച്ച ആകെ പുരസ്കാരങ്ങളുടെ എണ്ണം 5 പഠിച്ചോളണേ. 2023 ദേശീയ പഞ്ചായത്ത് രാജ് പുരസ്കാരത്തിൽ കേരളത്തിൽ ലഭിച്ച പുരസ്കാരങ്ങളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 5. സ്വയം പര്യാപ്തതയും അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലയിൽ 1-ാം സ്ഥാനം ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് വീയപുരം ഗ്രാമപഞ്ചായത്ത്. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ആലപ്പുഴ ജില്ലയിലാണ് വീയപുരം എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം പര്യാപ്തതയും അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ 1-ാം സ്ഥാനം ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് സുഹൃത്തുക്കളെ? വീയപുരം. അത് ആലപ്പുഴ ജില്ലയാണ്. പഠിച്ചോളുക. ഇനി ഇതായിരിക്കും ചോദിക്കുന്നത്. കാർബൺ ന്യൂട്രൽ വിശേഷ പഞ്ചായത്ത് പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് മീനങ്ങാടി. അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. കാർബൺ ന്യൂട്രൽ വിശേഷ പഞ്ചായത്ത് പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം നേടിയെടുത്ത കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് മീനങ്ങാടിയാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. മീനങ്ങാടി എവിടെയാ സുഹൃത്തുക്കളെ? വയനാട് ജില്ലയിലാണ്. പഠിക്കുക. ജലപര്യാപ്തതയ്ക്കുള്ള പഞ്ചായത്ത് പുരസ്കാരത്തിൽ 2-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പെരുമ്പടപ്പ, മലപ്പുറം ജില്ല. ജലപര്യാപ്തതയ്ക്കുള്ള പഞ്ചായത്ത് പുരസ്കാരത്തിൽ 2-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് പെരുമ്പടപ്പ് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. നല്ല ഭരണം കാഴ്ചവെക്കുന്ന പഞ്ചായത്തിന് ലഭിക്കുന്ന പുരസ്കാരത്തിൽ 3-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് അളഗപ്പ നഗർ, തൃശൂർ ജില്ലയാണ്. എവിടെയാണ്? അളഗപ്പ നഗര്, തൃശൂർ ജില്ലയാണ്. പഠിക്കുക. ഒരു കൺഫ്യൂഷനും വേണ്ട സുഹൃത്തുക്കളെ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ചെറുതന, ആലപ്പുഴ ജില്ല. 2023 ദേശീയ പഞ്ചായത്ത് രാജ് പുരസ്കാരത്തിൽ കേരളത്തിന് ലഭിച്ച പുരസ്കാരങ്ങളുടെ എണ്ണം 5. സ്വയം പര്യാപ്തതയും അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ 1-ാം സ്ഥാനം ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് വീയപുരം, ആലപ്പുഴ ജില്ല. കാർബൺ ന്യൂട്രൽ വിശേഷ പഞ്ചായത്ത് പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി, വയനാടാണ്. ജലപര്യാപ്തതയ്ക്കുള്ള പഞ്ചായത്ത് പുരസ്കാരത്തിൽ 2-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പെരുമ്പട, മലപ്പുറം. നല്ല ഭരണം കാഴ്ചവെക്കുന്ന പഞ്ചായത്തിന് ലഭിക്കുന്ന പുരസ്കാരത്തിൽ 3-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് അളഗപ്പ നഗർ, തൃശൂർ ജില്ല. പഠിക്കുക. നമ്മുടെ അടുത്ത ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം ട്രൂ വെയ്റ്റ്സ്മാൻ ആണ്. പഠിക്കുക. 2023 വൈദ്യശാസ്ത്ര നൊബേൽ അർഹനായതാരെന്ന് ചോദിച്ചാല് അത് ട്രൂ വെയ്റ്റ്സ്മാൻ ആണ്. സുഹൃത്തുക്കളെ, നൊബേൽ സമ്മാനത്തിൽ നമ്മൾ ആദ്യം പഠിച്ചു തീർക്കാനുള്ളത് നമ്മുടെ
വൈദ്യശാസ്ത്ര മേഖല, ഭൗതിക ശാസ്ത്ര മേഖല, രസതന്ത്ര മേഖല, ഈ 3 മേഖലയിൽ ലഭിക്കുന്ന നൊബേലുകളാണ് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ നൊബേലുമായി ബന്ധപ്പെട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 മേഖലയിലും അത് കിട്ടിയ വ്യക്തികളെയും അതുപോലെ അവർക്ക് എന്തിനാണ് ലഭിച്ചതെന്ന് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ അവിടെ നമ്മുടെ പഠനം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ അങ്ങ് പഠിക്കാം. 2023 നൊബേൽ സമ്മാനം വൈദ്യശാസ്ത്ര മേഖലയിൽ നേടിയ വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാല് ഹംഗറിക്കാരനായിട്ടുള്ള കാറ്റലിൻ കാരിക്കോയ്ക്കും അതുപോലെ അമേരിക്കക്കാരനായിട്ടുള്ള ട്രൂ വെയ്റ്റ്സ്മാനുമാണ് 2 പ്രധാനപ്പെട്ട വ്യക്തികൾക്കാണ് കേട്ടോ കിട്ടിയത്. ഒന്നുകൂടി പറയാം, വൈദ്യശാസ്ത്ര മേഖലയിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തികൾ 2023 പറയുന്നത് കാറ്റലിൻ കാരിക്കോ ഹംഗറി, അതുപോലെ ട്രൂ വെയ്റ്റ്സ്മാൻ എവിടെയാണ്, അമേരിക്കയുമാണ്. എന്തിനാണ് ഇവർക്ക് 2 പേർക്കും നൽകിയതെന്ന് ചോദിച്ചാല് COVID-19-ക്കെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിച്ചതിനാണ്. ഇതിൽ PSC COVID-19-ക്കെതിരെ എന്ന് ചോദിക്കാറില്ല. ഓപ്ഷനകത്ത് വരുന്ന ഇത്രയേ ഉള്ളൂ, mRNA വാക്സിനുകൾ വികസിപ്പിച്ചതിന് എന്നായിരിക്കും വരുന്നത്. അത് രണ്ടും ശരി തന്നെയാണ്. സുഹൃത്തുക്കൾ പഠിക്കുക, COVID-19-ക്കെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തതിനാണ്. കാറ്റലിൻ കാരിക്കോ അദ്ദേഹം ഹംഗറിക്കാരനാണ്, അതുപോലെ ട്രൂ വെയ്റ്റ്സ്മാൻ അദ്ദേഹം അമേരിക്കക്കാരനാണ്. ഇവർക്ക് 2 പേർക്കുമാണ് 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ നേടിയതെന്ന് പഠിക്കുക. 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തികളാണ് പിയറി അഗസ്റ്റിനി. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് പൗരനാണ്. ആര്? പിയറി അഗസ്റ്റിനി ഒരു ഫ്രഞ്ച് പൗരനാണ്. അതുപോലെ തന്നെയാണ് ഫെറക് ക്രൗസ്. ആരാണ്? ഫെറൻക് ക്രൗസ്. ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയക്കാരനാണ്. അതുപോലെ തന്നെയാണ് ആൻ എൽ ഹുലിയാർ. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് പൗരനാണ്. അപ്പോ ഭൗതിക ശാസ്ത്രത്തിലെ 2023 നൊബേൽ നേടിയ വ്യക്തികൾ ആരൊക്കെയാണ്? ഭൗതിക ശാസ്ത്രം എന്ന് വെച്ചാൽ ഫിസിക്സ് കേട്ടോ. ഫിസിക്സിലെ നൊബേൽ നേടിയ വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാല് പിയറി അഗസ്റ്റിനി, അദ്ദേഹം ഒരു ഫ്രഞ്ച് പൗരൻ അല്ലെങ്കിൽ ഫ്രാൻസിലെ ഒരു വ്യക്തിയാണ്. ഫെഡറിക് ക്രൗസ് എവിടത്തുകാരനാണ്? ഓസ്ട്രേലിയക്കാരനാണ്. അതുപോലെ തന്നെ ആൻ എൽ ഹുലിയാർ എന്ന് പറയുന്നത് ഫ്രഞ്ച് പൗരനാണ്. ഇവരുടെ ജന്മരാജ്യങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. എന്തിനാണ് 2023 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ അവർക്ക് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മകമായ രീതികൾക്കായിട്ടാണ് ഇവർ 3 പേർക്കും എന്ത് ലഭിച്ചത്? ഭൗതിക ശാസ്ത്രത്തിൽ 2023 നൊബേൽ ലഭിച്ചത്. അപ്പോൾ ഭൗതിക ശാസ്ത്രത്തിന് 2023 നൊബേൽ ലഭിച്ച ഏതു പരീക്ഷണത്തിനാണ്? പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മകമായ രീതികൾക്കായിരുന്നു. ഇതില് പ്രകാശത്തിന്റെ ചിലപ്പോ പറയത്തില്ല. PSC ചോദിക്കുന്നത് അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിച്ചതിനാണ് എന്നായിരിക്കും ചോദിക്കുന്നത്. അതും സുഹൃത്തുക്കൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക. പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മകമായ രീതികൾ കണ്ടെത്തിയതിനാണ് ആർക്കൊക്കെ ലഭിച്ചത്? പിയറി അഗസ്റ്റിനിക്കും അതുപോലെ ഫെറക് ക്രൗസിനും അതുപോലെ ആൻ എൽ ഹുലിയാർക്കും ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിലെ 2023 നൊബേൽ ലഭിച്ചത്. രസതന്ത്രത്തിന് 2023 നൊബേൽ നേടിയ വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രസതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി കേട്ടോ. ആരൊക്കെയാണ് സുഹൃത്തുക്കളെ? അവർ മൗഗി ജി ഭവൻഡി. ഒന്നാമത്തെ വ്യക്തിയുടെ പേരെന്താണ്? മൗഗി ജി ഭവൻഡി എന്നാണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ പൗരനാണ്. ലൂയിസ് ഇ ബ്രൗസ് അദ്ദേഹവും ഒരു അമേരിക്കൻ പൗരനാണ്. ലൂയിസ് ഇ ബ്രൗസും ഒരു അമേരിക്കൻ പൗരനാണ്. അതുപോലെ തന്നെ അലക്സി ഐ യെക്കിമോവ് ഇദ്ദേഹം ഒരു റഷ്യക്കാരനാണ്. സുഹൃത്തുക്കളെ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. നിങ്ങൾ നൊബേൽ പഠിക്കുന്ന സമയത്ത് ഒരേ രാജ്യക്കാരായിട്ടുള്ള 2 വ്യക്തികളും മൂന്നാമത്തെയാൾ മറ്റൊരു രാജ്യക്കാരനുമാണ് എങ്കിൽ ഉറപ്പായിട്ടും ആ 3 വ്യക്തികളുടെയും രാജ്യം നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡിൽ ചോദിക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചാല് രസതന്ത്രത്തിന് നൊബേൽ നേടിയ 2 വ്യക്തികൾ അമേരിക്കക്കാരാണ്, മൂന്നാമത്തെ വ്യക്തി ഏത് രാജ്യക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കും. അങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഒത്തിരി PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ 2023 22 21 ഏതോ ആവട്ടെ, ഏത് നൊബേൽ പഠിക്കുവാണെന്നുണ്ടെങ്കിലും അതില് 2 വ്യക്തികൾ ഒരേ രാജ്യക്കാരനാണ്, മൂന്നാമത്തെ വ്യക്തി മറ്റൊരു രാജ്യക്കാരനാണെങ്കിൽ ആ വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ രാജ്യവും വ്യക്തമായിട്ട് പഠിക്കണം. PSC ഏത് രാജ്യക്കാരനാണെന്ന് എടുത്തു ചോദിക്കും. അതുകൊണ്ട് ഇവിടെയും നമുക്ക് പഠിക്കാം.
മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് നമ്മളിവിടെ പറഞ്ഞു. രസതന്ത്രത്തിന്റെ 2023 നൊബേൽ ലഭിച്ചത് ഒന്ന് മൗഗി ജി ഭവണ്ടി, അമേരിക്കക്കാരനാണ്. ലൂയിസ് ഇ ബ്രൂസ്, അദ്ദേഹവും അമേരിക്കക്കാരനാണ്. അലക്സി ഐ യെക്കിമോവ്, റഷ്യക്കാരനാണ്. അതുകൊണ്ട് സ്റ്റാർ ഇട്ടങ്ങ് പഠിച്ചോളണേ. അലക്സി ഐ യെക്കിമോവ് റഷ്യക്കാരനാണെന്ന് ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പോവുക. ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് 2023 രസതന്ത്രത്തിന് നൊബേൽ ലഭിച്ചതെന്ന് ചോദിച്ചാല് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും അതിന്റെ സമന്വയത്തിനുമാണ്. എന്തിനാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും അതിന്റെ സമന്വയത്തിനുമാണ് 2023 രസതന്ത്രത്തിന് നൊബേൽ ലഭിച്ചിരിക്കുന്നത്. ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം, 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണെന്നാണ് ഉത്തരം. അസ്താനയാണ്. പഠിച്ചോളനെ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു? അസ്താനയായിരുന്നു. അസ്താന ഏതു രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? കസാക്കിസ്ഥാന്റെ. ഇമ്പോർട്ടന്റ് ആണ്. അസ്താന ഏതു രാജ്യത്തിന്റെ തലസ്ഥാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കസാക്കിസ്ഥാന്റെയാണ്. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയി ആരെന്ന് ചോദിച്ചാൽ ഡിങ് ലിറൻ ആണ്. അദ്ദേഹം ഒരു ചൈനക്കാരനാണ്. പഠിച്ചോളനെ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയി ആരെന്ന് ചോദിച്ചാല് ഡിങ് ലിറൻ ആണ്. ഇദ്ദേഹം ചൈനക്കാരനായ ഒരു വ്യക്തിയാണ്. ഓപ്ഷനകത്ത് മാഗ്നസ് കാർൽസൺ ഒക്കെ കിടക്കും. തലയും കുത്തിച്ചെന്ന് വീണു കൊടുക്കരുത്. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയി ആരാണ്? ഡിങ് ലിറൻ. ഇദ്ദേഹം ഒരു ചൈനക്കാരനാണ്. 2023 ചെസ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ വ്യക്തി ഇയാൻ നെംപോനിയാച്ചി ആണ്. ഇദ്ദേഹം ഒരു റഷ്യക്കാരനാണ്. വെറൈറ്റി പേരല്ലേ. ഇയാൻ നെംപോനിയാച്ചി ആണ് 2023 ചെസ് ചാമ്പ്യൻഷിപ്പില് 2ാം സ്ഥാനം നേടിയ വ്യക്തി. ഇദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്? റഷ്യയാണ്. മറക്കാതെ പഠിച്ചോളണം. ഏതാണ്? റഷ്യയാണ്. 2023 ഏപ്രിൽ 9 മുതൽ ഏപ്രിൽ 30 വരെയായിരുന്നു ഈ മത്സരങ്ങൾ നടന്നത്. 2023 ഏപ്രിൽ 9 ആരംഭിച്ച് 2023 ഏപ്രിൽ 30 വരെയായിരുന്നു ഈ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. 17ാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് 2023 നടന്നത്. ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചോളണേ. 17ാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് 2023 നടന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് അസ്താനയാണ്. അസ്താന ഏതു രാജ്യത്തിന്റെ തലസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കസാക്കിസ്ഥാൻ രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയി ആരെന്ന് ചോദിച്ചാൽ ഡിങ് ലിറാൻ ആണ്. ഇദ്ദേഹം ഒരു ചൈനീസ് പൗരനാണ്. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഇയാൻ നെംപോനിയാച്ചി ആണ്. ഇദ്ദേഹം ഒരു റഷ്യക്കാരനാണ്. 2023 ഏപ്രിൽ 9 മുതൽ 2023 ഏപ്രിൽ 30 വരെയായിരുന്നു നമ്മുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ മത്സരങ്ങൾ നടന്നതെന്ന് പഠിക്കുക. അതുപോലെ തന്നെ 17ാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പാണ് 2023 നടന്നതെന്നും സുഹൃത്തുക്കള് പഠിക്കുക. നമ്മുടെ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഒത്തിരി സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന പോയിന്റ് ആയിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ, അതായത് ജലത്തിന്റെ അടിയിലൂടെയുള്ള മെട്രോ നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാല് അത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച തീയതി 2024 മാർച്ച് 6. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണേ. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച തീയതി എന്നാ സുഹൃത്തുക്കളെ 2024 മാർച്ച് മാസം 6 പഠിക്കുക. അണ്ടർ വാട്ടർ മെട്രോയുടെ നീളം 16.6 കിലോമീറ്റർ ആണ്. അണ്ടർ വാട്ടർ മെട്രോയുടെ നീളം എത്രയാണ്? 16.6 കിലോമീറ്റർ ആണ്. അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദി. പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏത് നദിക്ക് കുറുകയാണ് എന്ന് PSC ചോദിക്കും. ഉത്തരം ഹൂഗ്ലി നദിക്ക് കുറുകയാണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹൗറയെയും സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. പഠിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്ന കൊൽക്കത്തയിലെ നഗരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗറയെയും അതുപോലെ തന്നെ സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. അണ്ടർ വാട്ടർ മെട്രോയിൽ ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന
സ്റ്റേഷനുകളുടെ എണ്ണം 3 അതായത് ജലത്തിന്റെ അടിയിലെ എത്ര സ്റ്റേഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാല് 3 സ്റ്റേഷൻസ് ഉണ്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച തീയതി 2024 മാർച്ച് 6 അണ്ടർ വാട്ടർ മെട്രോയുടെ നീളം എത്രയെന്ന് ചോദിച്ചാൽ 16.6 കിലോമീറ്റർ ആണ്. അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദിയാണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്ന കൊൽക്കത്തയിലെ നഗരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹൗറയെയും സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഹൗറയെയും സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. അണ്ടർ വാട്ടർ മെട്രോയില് ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനുകളുടെ എണ്ണം അല്ലെങ്കിൽ ജലത്തിന്റെ അടി സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനുകളുടെ എണ്ണം ചോദിച്ചാൽ 3 പഠിക്കുക. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം? ഒന്നുമില്ല സുഹൃത്തുക്കളെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യാഴമാണ് കേട്ടോ. ആ ജൂസിന്റെ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂപ്പിറ്ററിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ജൂസിന്റെ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറക്കരുത്, ജൂപ്പിറ്ററിനെ സൂചിപ്പിക്കുന്നതാണ്. ജൂസിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്നാണ്. പഠിക്കുക. ജൂസ് സാറ്റലൈറ്റിന്റെ അല്ലെങ്കിൽ കൃത്രിമോപഗ്രഹത്തിന്റെ പൂർണ്ണമായ പേര് രൂപം എന്തെന്ന് ചോദിച്ചാല് ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുയിൽ നിന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച തീയതി 2023 ഏപ്രിൽ മാസം 13. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച തീയതി 2023 ഏപ്രിൽ മാസം 13. ജൂസ് വിക്ഷേപണ വാഹനമേന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച വാഹനമേന്ന് ചോദിച്ചാൽ ഏരിയൻ 5 റോക്കറ്റ് ആണ്. പഠിക്കുക. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച വാഹനമേന്ന് ചോദിച്ചാൽ അത് ഏരിയൻ 5 റോക്കറ്റ് ആണ്. ജൂസ് കൃത്രിമോപഗ്രഹം പഠന വിധേയമാക്കുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഈ ഭാഗത്ത് വ്യക്തമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ് പറഞ്ഞത്. ജൂസ് കൃത്രിമോപഗ്രഹം പഠന വിധേയമാക്കുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ് എന്നിവയാണ്. യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ് എന്നിവയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഏതു ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജൂസിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ഐസി മൂൺ എക്സ്പ്ലോറർ എന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നുമാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച തീയതി 2023 ഏപ്രിൽ മാസം 13. ജൂസ് കൃത്രിമോപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ അത് ഏരിയൻ 5 റോക്കറ്റ് ആണ്. ജൂസ് കൃത്രിമോപഗ്രഹം പഠന വിധേയമാക്കുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ് എന്നിവയാണ്. പഠിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 22 രൂപയാണ്. കൺഫ്യൂഷൻ ആവല്ലേ. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 22 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 5 സെപ്റ്റംബർ 2005. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിക്കുന്ന ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 5 സെപ്റ്റംബർ 2005. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് അനന്തപൂർ ജില്ല, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ അനന്തപൂർ ജില്ലയിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ച കേരളത്തിലെ ജില്ലകൾ മറക്കാതെ പഠിക്കുക. വയനാട്, പാലക്കാട്. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവല്ലേ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ച കേരളത്തിലെ ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടും പാലക്കാടും. ഇത് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്നിങ്ങനെ 3 രീതിയിലായിരുന്നു കേട്ടോ ഈ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. അതിൽ ഫേസ് 1
കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളായിരുന്നു വയനാടും പാലക്കാടും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ദിവസത്തെ വേതനം 346 രൂപയാണ്. കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾക്ക് എന്താണ് കൺഫ്യൂഷൻ വന്നതെന്നുള്ളത് ഞാൻ ക്ലിയർ ആക്കി തരാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ദിവസത്തെ വേതനം എത്രയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്? 346 രൂപയാണ്. ഏറ്റവും അവസാനമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനം വർദ്ധിപ്പിച്ചത് 2024 മാർച്ച് മാസം 28-ാം തീയതിയായിരുന്നു. 13 രൂപയായിരുന്നു വർദ്ധിപ്പിച്ചത്. അങ്ങനെയാണ് കേട്ടോ ഇപ്പൊ ഈ 346 രൂപ ആയിരിക്കുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണേ, ഒന്നുകൂടി 2 പോയിന്റും വ്യക്തമായി പറഞ്ഞു തരാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഇപ്പോഴും ഒരു ദിവസത്തെ വേതനം എത്രയെന്ന് ചോദിച്ചാൽ 346 രൂപയാണ്. ഏറ്റവും അവസാനമായിട്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനം വർദ്ധിപ്പിച്ചത് 2024 മാർച്ച് 28-നായിരുന്നു. അന്ന് കേരളത്തിൽ എത്ര രൂപ വർദ്ധിപ്പിച്ചു എന്ന് ചോദിച്ചാല് 13 രൂപ വർദ്ധിപ്പിച്ചു. ഇനി ഇതായിരിക്കും PSC കറണ്ട് അഫയേഴ്സ് മേഖലയിൽ ചോദിക്കാൻ പോകുന്നത്. 13 രൂപ എന്ത് ചെയ്തു? കേരളം വർദ്ധിപ്പിച്ചു. വേറൊന്നുമില്ല സുഹൃത്തുക്കളെ, 4% മുതൽ 10% വരെ വർദ്ധിപ്പിക്കാനായിട്ട് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്നുള്ളത്. അങ്ങനെ കേരളം എന്ത് ചെയ്തു? 13 രൂപ വർദ്ധിപ്പിച്ചു. ഇത് മാത്രം നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. 2023 കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനം വർദ്ധിപ്പിച്ചത് 22 രൂപയായിരുന്നു. ഇതായിരുന്നു PSC ഇപ്പോൾ ചോദിച്ചത്. 2023 കേരളത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനം വർദ്ധിപ്പിച്ചത് 22 രൂപയായിരുന്നു. അതെന്നാണ് 2023 അപ്പോൾ 2024 മാർച്ച് 28 ഒന്നുകൂടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോ കേരളം എത്ര രൂപ കൂട്ടി സുഹൃത്തുക്കളെ? 13 രൂപ കൂട്ടി. ഇനി ഏത് ഉറക്കത്തിലാണെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയാൻ പഠിക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാന 374 രൂപ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരാൾക്ക് ഒരു ദിവസം ലഭിക്കുന്ന ഏറ്റവും കൂടിയ വേതനം നൽകുന്നത് ഹരിയാനയാണ്. അത് എത്ര രൂപയാണ്? 374 രൂപയാണ്. ഏറ്റവും കുറവ് വേതനം നൽകുന്നത് അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്. 234 രൂപയാണ് അവർ നൽകുന്നത്. ഏറ്റവും കുറവ് വേതനം നൽകുന്ന 2 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്. എത്ര രൂപയാണ് അവർ നൽകുന്നത്? 234 രൂപയാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയായി ഉണ്ടായ വർധനവ് എത്രയെന്ന് ചോദിച്ചാൽ അത് 22 ആണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 5 സെപ്റ്റംബർ 2005 എന്നുള്ള ഉത്തരം ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഫുൾ ഡേറ്റ് പഠിക്കാൻ സുഹൃത്തുക്കൾ ശ്രമിക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് അനന്തപൂർ ജില്ല എവിടെയാണ്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ച കേരളത്തിലെ ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടും പാലക്കാടുമാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ദിവസത്തെ വേതനം 346 രൂപയാണ്. ഏറ്റവും അവസാനമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനം വർദ്ധിപ്പിച്ചത് 2024 മാർച്ച് 28-നാണ്. അന്ന് കേരളം 13 രൂപ കൂടി വർദ്ധിപ്പിച്ചു. 2023 കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനം വർദ്ധിപ്പിച്ചത് 22 രൂപയാണ്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വേതനം നൽകുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഹരിയാനയാണ്. 374 രൂപ ഓരോ ദിവസവും അവര് നൽകുന്നുണ്ട്. ഏറ്റവും കുറച്ച് വേതനം നൽകുന്നത് അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്. 234 രൂപയാണ് അവർ നൽകുന്നത്. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായ COP28 നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ അത് UAE വെച്ചായിരുന്നു കേട്ടോ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായ COP28 നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് UAE വെച്ചായിരുന്നു.
30 നവംബർ 2023 മുതൽ 13 ഡിസംബർ 2023 വരെയായിരുന്നു UAE ഭാഗമായ ദുബായിൽ വെച്ചായിരുന്നു ഈ സമ്മേളനം നടന്നത്. പഠിക്കുക, 30 നവംബർ 2023 ആരംഭിച്ച COP28 സമ്മേളനം 13 ഡിസംബർ 2023 വരെ നീണ്ടുനിന്നു. UAE ഭാഗമായുള്ള ദുബായിൽ വെച്ചായിരുന്നു ഈ സമ്മേളനം നടന്നത്. എവിടെ വെച്ചായിരുന്നു? ദുബായിൽ വെച്ചായിരുന്നു. ഇനി ചിലപ്പോൾ UAE എന്നായിരിക്കില്ല PSC ചോദിക്കുന്നത്, ദുബായ് എന്ന് ഡയറക്റ്റ് എടുത്തു തരും. അതുകൊണ്ട് ദുബായിൽ വെച്ചായിരുന്നു ഈ സമ്മേളനം നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായിരുന്നു 2023 നടന്നത്. അതുകൊണ്ടാണ് ഈ COP28 എന്ന് പറഞ്ഞു വന്നത് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായിരുന്നു 2023 നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന സംഘടന യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ UNFCCC ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ? ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന സംഘടന യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന UNFCCC ആണ്. 2023 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതാരെന്ന് ചോദിച്ചാൽ സുൽത്താൻ അൽ ജാബർ ആണ്. പഠിക്കുക, 2023 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം വഹിച്ചതാരെന്ന് ചോദിച്ചാൽ സുൽത്താൻ അൽ ജാബർ ആണ്. 2024 ഐക്യരാഷ്ട്രസഭയുടെ 29ാമത് കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാക്കു ആണ്. അത് എവിടെയാണ്? അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്താണ് കേട്ടോ. 2024 ഐക്യരാഷ്ട്രസഭയുടെ 29ാമത് കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഏത് രാജ്യത്താണ്? അസർബൈജാനിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം അല്ലെങ്കിൽ COP28 നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് UAE വെച്ചായിരുന്നു. 30 നവംബർ 2023 മുതൽ 13 ഡിസംബർ 2023 വരെ UAE ഭാഗമായുള്ള ദുബായിൽ വെച്ചായിരുന്നു ഈ സമ്മേളനം നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായിരുന്നു 2023 നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചസ് അഥവാ UNFCCC എന്ന് പറയുന്ന സംഘടനയാണ്. 2023 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് സുൽത്താൻ അൽ ജാബർ ആണ്. 2024 ഐക്യരാഷ്ട്രസഭയുടെ 29ാമത് കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് വേദിയാകാൻ പോകുന്നത് ബാക്കു എന്ന നഗരമാണ്. ഇത് അസർബൈജാനിലാണ് എന്നും സുഹൃത്തുക്കളെ പഠി. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്ന ഏതിന്റെ സാന്നിധ്യമാണ് നമ്മുടെ മൂൺ അല്ലെങ്കിൽ ചന്ദ്രനിൽ കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ്. പഠിക്കുക. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ പദ്ധതി ആരംഭിച്ച വർഷം 2003 ആണ്. പഠിച്ചു വെക്കുക, ചന്ദ്രയാൻ പദ്ധതി ആരംഭിച്ച വർഷം 2003 ആണ്. ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. മറക്കരുത്, ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ് 2003. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ഇപ്പോഴും PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ് പറഞ്ഞത്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം PSLV C-11 ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാ സുഹൃത്തുക്കളെ? PSLV C-11 ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത്
സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. അപ്പോൾ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണത്തറ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ചന്ദ്രയാൻ 1 ആയാലും 2 ആയാലും 3 ആയാലും എല്ലാം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണത്തറ എന്ന് ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. പ്രധാനമായും ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തൽ എന്തെന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. എന്താണ് പ്രധാനപ്പെട്ട ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ച വർഷം 2009 ഓഗസ്റ്റ് 28-നാണ്. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ച വർഷം 2009 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ G മാധവൻ നായർ ആയിരുന്നു. ഇത് രണ്ടും പഠിക്കണേ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആയിരുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ G മാധവൻ നായർ ആയിരുന്നു. പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 2നെ പറ്റി. PSCയുടെ ട്രെൻഡിങ്ങിൽ കിടക്കുന്നതാണ് ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3. പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2 ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി 2019 ജൂലൈ മാസം 22-ാം തീയതി. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി എത്രയാണ്? 2019 ജൂലൈ മാസം 22-ാം തീയതി. ചന്ദ്രയാൻ 2 ആയോണ്ട് ജൂലൈ 22-ന് എന്ത് ചെയ്തു? നമ്മൾ വിക്ഷേപിച്ചു എന്ന് അങ്ങ് പഠിച്ചു വെക്കുക. വർഷം എത്രയാണ്? 2019. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം GSLV Mark 3 M1 ആണ്. GSLV Mark 3 M1 ആണ് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണത്തറ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണത്തറ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന ലാൻഡർ ആയിരുന്നു വിക്രം ലാൻഡർ. ചന്ദ്രോപരിതലത്തിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന റോവർ ആയിരുന്നു പ്രഗ്യാൻ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്, അതും നമുക്ക് പറയാം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന ലാൻഡർ ചോദിച്ചാൽ അത് വിക്രം ലാൻഡർ ആണ്. ചന്ദ്രോപരിതലത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന റോവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഗ്യാനാണ്. എന്താ സുഹൃത്തുക്കളെ ലാൻഡറും റോവറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആദ്യം മനസ്സിലാക്കുക. ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവന് മൂവ്മെന്റ് ഒന്നുമില്ല. അവൻ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് അതുപോലെ നിശ്ചല അവസ്ഥയിൽ ഇരിക്കും. ഇതിനെയാണ് ലാൻഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് റോവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ചലിക്കുന്ന ചക്രങ്ങൾ കാണും. ഇവനകത്ത് ഈ റോവറിനകത്ത് എന്തുകൊണ്ട്? ചലിക്കുന്ന അല്ലെങ്കിൽ മോട്ടോർ ഉപയോഗിച്ച് ചലിക്കുന്ന ചക്രങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മൂവ്മെന്റ് സാധ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വിക്ഷേപിക്കുന്നത് ആ ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം ഇവൻ ആ ലൊക്കേഷനിൽ കൂടെ സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്. അപ്പോ റോവറുകൾ ഉരുണ്ട് പ്രദേശങ്ങളെല്ലാം പഠിക്കുമ്പോൾ ലാൻഡർ ഒരു പ്രദേശത്തെത്തി ആ പ്രദേശത്തിലെ പ്രത്യേക ഒരു ഭാഗം മാത്രം എന്ത് ചെയ്യും? പഠിക്കുവാൻ എന്ത് ചെയ്യും? ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ഭാഗം സുഹൃത്തുക്കൾ ഓർത്തു വെച്ചേക്കുക. എന്താണ് റോവർ എന്നും എന്താണ് ലാൻഡർ എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം മുന്നോട്ട് പോവാനായിട്ട്. അപ്പോ ചന്ദ്രയാനിലുണ്ടായിരുന്ന ലാൻഡർ എന്ന് ചോദിച്ചാൽ അത് വിക്രവും, അതുപോലെ ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠിക്കുന്ന വേണ്ടി ചന്ദ്രയാനിലുണ്ടായിരുന്ന റോവർ എന്ന് ചോദിച്ചാൽ അത് പ്രഗ്യാനുമാണ്. ചന്ദ്രയാൻ 2ന് ചന്ദ്രനിലെത്തിയ തീയതി 2019 ഓഗസ്റ്റ് 20. എല്ലാ 2ന്റെ കളിയാണ് കേട്ടോ. ചന്ദ്രയാൻ 2 ചന്ദ്രനിലെത്തിയ തീയതി ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 20-ലാണ്. അതിൽ 2 ഉണ്ട്. ഓഗസ്റ്റ് 20-ലാണ്. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയാണ്. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ഋതു കരിന്താൾ. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ഋതു കരിന്താൾ ആണ്. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ K ശിവൻ ആയിരുന്നു. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? K ശിവൻ ആയിരുന്നു. ഇത്രയും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 3 ആണ്. ഇത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ്. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചന്ദ്രയാൻ 3 എന്നുള്ളത് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി 2023 ജൂലൈ മാസം 14-ാം തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി എത്രയാണ്? 2023 ജൂലൈ മാസം
14-ാം തീയതി ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച എത്രയിലാണ്? 2023 ചന്ദ്രയാൻ 3 2023 വിക്ഷേപിച്ചതെന്ന് പഠിക്കുക. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനമാണ് LMV-3M4 റോക്കറ്റ്. LMV-3M4 റോക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ GSLV Mark 3 റോക്കറ്റിന്റെ പേര് മാറ്റിയിരുന്നു എന്നുള്ളത്. അതിന്റെ പുതിയ നാമമാണ് LMV-3 എന്നുള്ളത്. അപ്പോൾ LMV-3M4 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ചന്ദ്രയാൻ 3 നമ്മൾ വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തറ നമുക്ക് എല്ലാം അറിയാം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട, അതിനടുത്ത് പറയുന്നില്ല. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ മിഷന്റെ. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി. 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി. 23 പഠിക്കാൻ എളുപ്പമല്ലേ? 23 മറക്കരുത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയായി. അങ്ങനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ആരായി മാറി? ഇന്ത്യയായി മാറി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒന്നുകൂടി പറയുവാണ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യമായി അങ്ങനെ ഇന്ത്യ മാറി. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. പഴയ ലാൻഡറും പഴയ റോവറും തന്നെയാണ്, പേരിന് ഒരു വ്യത്യാസവുമില്ല. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്ത് അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. പഠിച്ചു വെച്ചോളെ, വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. ഏതൊക്കെ ചാന്ദ്ര ഗർത്തങ്ങൾക്കിടയിലാണ് വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് എൻ എന്നീ 2 ഗർത്തങ്ങൾക്കിടയിലാണ് ആരിറങ്ങിയത്? വിക്രം ലാൻഡർ ലാൻഡ് ചെയ്തത്. പഠിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് എന്നും എന്ന് പറയുന്ന 2 ഗർത്തങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ക്രേറ്ററുകൾക്കിടയിലാണ് ആരിറങ്ങിയത്? നമ്മുടെ വിക്രം ലാൻഡർ ഇറങ്ങിയതെന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായിട്ട് കുറച്ച് ഉപകരണങ്ങൾ കൂടിയുണ്ട്. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ISRO നിർമ്മിത ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ചന്ദ്രോപരിതലത്തിലെ പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റംഭ LP എന്നുള്ള ഉപകരണം വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി റംഭ LP എന്ന് പറയുന്ന ഉപകരണം എന്തിൽ കണക്ട് ചെയ്തിരുന്നു? നമ്മുടെ വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രോപരിതലത്തിലെ താപനിലയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമായിരുന്നു ചാസിറ്റ്. എന്താ അവന്റെ പേര്? ചാസിറ്റ് എന്നായിരുന്നു. എന്താ അവന്റെ ഫുൾ ഫോം എന്ന് സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ്. എന്താണ്? ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ഈ ചാസറ്റിന്റെ പേരെന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇലിസ എന്ന ഉപകരണം ഉപയോഗിച്ചു. ഒന്നുകൂടി പറയാം, ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇലിസ എന്ന് പറയുന്ന ഉപകരണം എന്ത് ചെയ്തു? ഘടിപ്പിച്ചിരുന്നു വിക്രം ലാൻഡറിൽ. ഈ ഇലിസ ഉപകരണത്തിന്റെ ഫുൾ ഫോം എന്നുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റി എന്നാണ് ഈ പറയുന്ന ഉപകരണത്തിന്റെ പേരെന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒന്നുകൂടി പറയുവാണ്. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപകരണം അറിയപ്പെടുന്ന പേരാണ് ഇലിസ എന്നുള്ളത്. ഈ ഇലിസയുടെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ചന്ദ്രയാൻ 3 റോവർ ആയിരുന്നു പ്രഗ്യാൻ. നേരത്തുള്ള റോവർ തന്നെയാണ്. ചന്ദ്രയാൻ 2 അതേ റോവർ തന്നെയാണ് ചന്ദ്രയാൻ 3 ഉപയോഗിച്ചത്. അവന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായുള്ള ഉപകരണം കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചന്ദ്രയാൻ 3 ഇവിടെ അവസാനിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് സമയം കളയേണ്ട. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പഠിക്കാം.
ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്സിക്സ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചു. APXS എന്നുള്ള ഉപകരണം, ആപ്സിക്സ് എന്നുള്ള ഉപകരണം ഉപയോഗിച്ചു. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആപ്സിക്സ് എന്ന ഉപകരണം ഉപയോഗിച്ചു. അതിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ ഒന്ന് കേട്ടിരുന്നാൽ മതി. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് ആപെക്സിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടി ലിപ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു പ്രഗ്യാൻ റോവറിൽ. ഒന്നുകൂടി പറയാം, ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലിബ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു നമ്മുടെ പ്രഗ്യാൻ റോവറിൽ. ആ ലിബ്സിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് ആ ഉപകരണത്തിന്റെ ഫുൾ പേരെന്ന് പറയുന്നത്. ഈ ഫുൾ പേരെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ ദൗത്യം എത്ര ദിനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, 14 ഭൗമ ദിനങ്ങളാണ്. എത്ര ദിനങ്ങളാ സുഹൃത്തുക്കളെ? 14 ഭൗമ ദിനങ്ങളാണ്. ഭൂമിയിലെ 14 ദിവസങ്ങളാണ് എന്ത് ചെയ്ത് ചന്ദ്രയാൻ 3 അതിന്റെ ദൗത്യം നടത്തിയത്. അതായത് അതൊരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ അത് ചന്ദ്രനിലെ ഒരു ദിനത്തിന് തുല്യമാണ്. എത്രയെന്ന് പറയുന്നത്? ഭൂമിയിലെ 14 ദിനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ചന്ദ്രയാൻ 3ന്റെ ദൗത്യം എത്ര ദിനങ്ങൾ നീണ്ടു നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 14 ഭൗമ ദിനങ്ങൾ നീണ്ടു നിന്നു. ഇപ്പോഴങ്ങോട്ട് കറണ്ട് അഫേഴ്സ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. 14 ഭൗമ ദിനങ്ങൾ എന്ത് ചെയ്തു? നീണ്ടു നിന്നു. ഇതെന്ന് പറയുന്നത് ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ഈ 14 ഭൗമ ദിനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ മലയാളിയായിട്ടുള്ള S സോമനാഥനാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ S സോമനാഥനാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു 2024 നടന്ന PSC പരീക്ഷകൾക്ക് ചോദിച്ച കറണ്ട് അഫേഴ്സ് മേഖലയുടെ ചോദ്യങ്ങളുടെ പാർട്ട് 1 പാർട്ട് 2 ഉടൻ തന്നെ അപ്ലോഡ് ആകുന്നതാണ് സുഹൃത്തുക്കൾ. അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കുക. ഏതൊരു PSC എക്സാം ആയിരുന്നാലും സുഹൃത്തുക്കളെ അതിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ചോദ്യം എന്ന് ചോദിച്ചാൽ അത് കറണ്ട് അഫേഴ്സ് മാത്രമാണ് കേട്ടോ. അത് ഡിഗ്രി ലെവൽ ആവട്ടെ, LD എക്സാം ആവട്ടെ, LGS ആവട്ടെ, അല്ലെങ്കിൽ +2 ലെവൽ എക്സാം ആവട്ടെ, ഏതൊരു PSC പരീക്ഷയിലും കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതെടുത്ത് പഠിച്ചോളുക. ആ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അത് അനുബന്ധമായിട്ടുള്ള മറ്റൊരു ചോദ്യമോ ആയിരിക്കും അടുത്ത തവണ PSC ചോദ്യമായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ സുഹൃത്തുക്കൾ 2-3 തവണ കണ്ടുപഠിക്കാൻ ശ്രമിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം.